വാർത്തകൾ തുടരുന്നു. പടിഞ്ഞാറേക്കരയിലെ ഗ്രാമപ്രദക്ഷിണം പൂർത്തിയാക്കിയ തേവർ സ്വന്തം പള്ളിയോടത്തിൽ പുഴ കടന്നു. കിഴക്കേക്കരയിലെ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കുന്നതിനും ഊരായ്മക്കാരുടെ പറ സ്വീകരിക്കുന്നതിനും തന്ത്രിയില്ലത്തിൽ പറ നിറയ്ക്കുന്നതിനുമാണ് തേവർ പുഴ കടക്കുന്നത്. വൈകിട്ട് നിയമവെടിക്ക് ശേഷം ഇരുകരകളിലും പാലങ്ങളിലും നിരനിന്ന ആയിരക്കണക്കിന് ഭക്തരെ സാക്ഷിയാക്കി തേവർ പുഴ കടന്നു. നിയമവെടി കഴിഞ്ഞ് തേവരെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് 3 പ്രദക്ഷിണം വച്ചു. അത് കഴിഞ്ഞ് കിഴക്കേ നടയിലുള്ള പുഴക്കടവിലെത്തി തയ്യാറാക്കി വെച്ചിരുന്ന സ്വന്തം പള്ളിയോടത്തിൽ കൂത്തുവിളക്ക് പടിയിൽ വച്ചു. തുടർന്ന് ചേങ്ങല വച്ചു. അതിനു മുകളിൽ കോലം പിടിച്ചു. കുടശാന്തി ശ്രീനിവാസൻ നമ്പൂതിരിയാണ് കോലം പിടിച്ചത്. തൃക്കോൽ ശാന്തി പത്മനാഭൻ എമ്പ്രാന്തിരി ഓടം തുഴഞ്ഞു. ഈ സമയം ഇരുകരകളിലും ശംഖനാദം മുഴങ്ങി. പുഴയുടെ കിഴക്കേ കരയിലെത്തിയ തേവരെ ഭക്തജനങ്ങൾ സ്വീകരിച്ചു. മണ്ഡപത്തിൽ തേവരുടെ കോലം ഇറക്കി. ദേവസ്വം ബലരാമനാണ് തേവരുടെ കോലം വഹിച്ചത്. തുടർന്ന് കിഴക്കേ നടപുരയിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ആമലത്ത് തറവാട് വക പറനിറച്ചു. പിന്നീട് ഊരായ്മക്കാരായ ചേലൂർ, പുന്നപ്പിള്ളി, ജ്ഞാനപ്പിള്ളി ഇല്ലങ്ങളിലേക്ക് പുറപ്പെടും. പുന്നപ്പിള്ളി മനയിലെ പറയെടുപ്പിന് ശേഷം മുറ്റിച്ചൂർ കൊട്ടാരത്തിൽ പറയെടുപ്പ് നടക്കും. ഞായറാഴ്ച രാവിലെ ജ്ഞാനപ്പിള്ളി മന, കുന്നത്ത് മന പറകൾക്ക് ശേഷം കുട്ടൻകുളത്തിൽ ഇറക്കിപ്പൂജയും ആറാട്ടിന് ശേഷം ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളത്തും നടക്കും. വൈകിട്ട് സ്വർണ്ണക്കോലത്തിൽ അക്കരെ കടന്ന് തന്ത്രിയില്ലത്തേക്ക് എഴുന്നള്ളും. ആമലത്ത് പടിക്കൽ നിയമവെടി കഴിഞ്ഞ് ചെറുമുക്ക് മനയിൽ പറയെടുപ്പ്. പായ്ക്കാട്ട് മനയിൽ പറ സ്വീകരിച്ച് തന്ത്രിയില്ലത്തെത്തും. തന്ത്രിയില്ലത്തെ പൂജയ്ക്ക് ശേഷം ചെമ്പിലാറാട്ട് നടക്കും. അവിടെ നിന്ന് പുറപ്പെട്ട് വെറ്റിലാശ്ശേരി നിയമവെടി കഴിഞ്ഞ് മുരിയാംകുളങ്ങര ക്ഷേത്രം വഴി ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം റോഡിന്റെ നടപ്പാതയുടെ നിർമ്മാണോദ്ഘാടനം ഗീതാഗോപി MLA നിർവഹിച്ചു. ഒന്നര മാസം എടുത്തു ഈ ഫയലുകൾ ക്ലിയർ ചെയ്ത് വരാനെങ്കിലും സെക്രട്ടേറിയറ്റിന്റെ പരിധികൾ കയറിയപ്പോൾ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി ഈ വിഷയമായി അടിയന്തരമായി പ്രത്യേകം ഫയലുകൾ പരിശോധിച്ച് അന്നത്തെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ബാബുരാജുമായി സംസാരിച്ച് MLAയുടെ 3 വർക്കുകളുണ്ട് മണ്ഡലത്തിൽ, അത് അടിയന്തരമായി അയച്ചു കൊടുക്കാവുന്ന രീതിയിൽ ഫയലുകൾ ചെയ്യണമെന്ന് അദ്ദേഹത്തിന്റെ ആജ്ഞപ്രകാരം എത്രയും പെട്ടെന്ന് നമുക്കത് അനുവദിച്ച് തരികയാണ് ചെയ്തത്. അതിന്റെ ഭാഗമായി 2 കോടി മുത്തിച്ചൂർ അപ്രോച്ച് റോഡിന്റെ വികസനത്തിനായി നമുക്ക് അയച്ച് കിട്ടി. ടെൻഡർ നടപടികൾ കഴിഞ്ഞു. സെലക്ഷൻ മെമ്മോ കൊടുത്ത് ഇനി കോൺട്രാക്ടറുടെ ഫയൽ നടപടികൾ പൂർത്തീകരിക്കാൻ 2 ആഴ്ച കൂടി കൊടുത്തതിന്റെ ഭാഗമായി ഈ വരുന്ന ഏപ്രിൽ 15-ാം തീയതി രാവിലെ 10:30 മണിക്കായിരിക്കും ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി മുത്തിച്ചൂർ കടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഉദ്ഘാടനം നിർവഹിക്കാൻ അദ്ദേഹം എത്തും. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷനായി. PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PV ബിജി റിപ്പോർട്ട് അവതരിപ്പിച്ചു. K ദിലീപ് കുമാർ മുഖ്യാതിഥിയായി. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് PR സുശീല, ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, ശ്രീദേവി ഷൺമുഖൻ, MV വിമൽ കുമാർ, ലിജി നിതിൻ, KV സുകുമാരൻ, VR ഹരിദാസൻ, ശശി കടവിൽ, UK ഗോപാലൻ, VH വലപ്പാട് എന്നിവർ സംസാരിച്ചു. VR വിജയൻ സ്വാഗതവും M സ്വർണലത നന്ദിയും പറഞ്ഞു. KSTA വലപ്പാട് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിരമിക്കുന്ന KSTA പ്രവർത്തകർക്ക് യാത്രയയപ്പ് നൽകി. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം KM ഗോപിദാസൻ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് MD സന്തോഷ് അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് V കല ഉപഹാര സമർപ്പണം നടത്തി. TN അജയ്കുമാർ, KTD കിരൺ, TR ശശികല, PS അബിത എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ MR സുഭാഷിണി, CV അനന്തലക്ഷ്മി, PA മാലതി, KM അജിത, KS രജനി, KR സുലഭ, MP രജനി, K വിശാലാക്ഷി എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ബിനോയ് T മോഹൻ സ്വാഗതവും MG ജയ നന്ദിയും പറഞ്ഞു. നമ്മൾ പറയാം, ആ പ്രയോഗം ഇനി എത്ര കാലം പറയാൻ കഴിയുമെന്നറിയില്ല. പെൻഷൻ പറ്റുന്നവരില്ലാതാവുന്നു, പെൻഷൻ ആകുന്നവരില്ലാതാവുന്നു. പെൻഷൻ എന്ന് പറയുന്നത് റേഷൻ കട എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് വിശദീകരണങ്ങൾ വരും തലമുറയ്ക്ക് കൊടുക്കേണ്ട ഒരു സംജ്ഞയായിട്ട് മാറാൻ പോവാണ്. ഇന്നത്തെ കുട്ടികളുടെ റേഷൻ കട എന്ന് പറഞ്ഞാൽ പിടികിട്ടില്ല. നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് റേഷൻ കട എന്നൊക്കെ പറഞ്ഞാൽ അവരന്താളിച്ചു പോകും. നാട്ടിക പഞ്ചായത്തിൽ ഇല്ലാത്ത റോഡിന്റെ സൈഡിലുള്ള കുളത്തിന്റെ അരികു കെട്ടി സംരക്ഷിക്കുന്നതിന് 1 ലക്ഷം രൂപ ചിലവാക്കിയതായി ആരോപണം. സ്വകാര്യ വ്യക്തിയുടെ കുളത്തിന്റെ അരികു കെട്ടി സംരക്ഷിച്ച സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കന്റെ സ്വന്തം വാർഡായ 14-ാം വാർഡിലാണ് സംഭവം.
PC ചാക്കോ MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 2011-2012 വർഷത്തെ പദ്ധതിയിൽപ്പെടുത്തിയാണ് ജോലി ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂൾ ഗ്രൗണ്ട് റോഡ് എന്ന പേരിലുള്ള ഇല്ലാത്ത റോഡിന്റെ സൈഡ് കെട്ടി സംരക്ഷിക്കുന്നതിനാണ് ഫണ്ട് ചിലവഴിച്ചിട്ടുള്ളത്. എന്നാൽ നാട്ടിക പഞ്ചായത്തിലെ രേഖകളിലൊന്നും ഇത്തരത്തിലുള്ള റോഡില്ല. സ്വകാര്യ വ്യക്തികൾ ഉപയോഗിക്കുന്ന വഴിയാണ് ഇത്. പഞ്ചായത്തിലെ വിവിധ കോളനികൾ, റോഡുകൾ എന്നിവയുടെ പുനരുദ്ധാരണത്തിന് ഫണ്ടുകൾ ആവശ്യമായിരിക്കെയാണ് ഇത്തരം സ്വകാര്യ വഴികൾ കെട്ടി സംരക്ഷിക്കുന്നതിന് തുക ചിലവഴിച്ചത്. ഇത് MP ഫണ്ടിന്റെ ദുർവിനിയോഗമെന്നാണ് ആരോപണം. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് പദ്ധതിയുടെ പണി പൂർത്തീകരിച്ചത്. ചന്ദ്രാപിന്നി നെടുങ്ങാട് കോയിമാടത്ത് കുമാരമേനോന്റെ മകൻ K. ഗോവിന്ദമേനോൻ നിര്യാതനായി. 87 വയസ്സായിരുന്നു. സുലോചനയാണ് ഭാര്യ. ഉദയ്കുമാർ, ശിവദാസ്, മദനകുമാർ, പ്രേംനാഥ്, ലതിക എന്നിവർ മക്കളാണ്. ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറം മേനോത്ത് പറമ്പിൽ അശോകൻ മകൻ മോഹൻദാസ് നിര്യാതനായി. 52 വയസ്സായിരുന്നു. രജനിയാണ് ഭാര്യ. ദിൽരാജ്, ജിതേഷ്, ഷാബു എന്നിവർ മക്കളും ആര്യ മരുമകളുമാണ്. കാട്ടൂർ പിഷാരത്ത് കുഞ്ഞിക്കാവുകുട്ടി പിഷാരസ്യാർ നിര്യാതയായി. 80 വയസ്സായിരുന്നു. ഡോക്ടർ ലതിക, കമലം, ശ്രീകല, ജയശ്രീ എന്നിവർ മക്കളും രാഘവൻ, ഗോവിന്ദൻകുട്ടി, ഡോക്ടർ മുരളി, സുകുമാരൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ കുളങ്ങൾ വൃത്തിയാക്കി മത്സ്യകൃഷി ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനം മന്ത്രി K. ബാബു നിർവഹിച്ചു. ബാപ്പു വലപ്പാട് എഴുതിയ സത്യസാക്ഷി പുസ്തകത്തിന്റെ പ്രകാശനം സംവിധായകൻ കമൽ നിർവഹിച്ചു. പടിഞ്ഞാറേക്കരയിലെ ഗ്രാമപ്രദക്ഷിണം പൂർത്തിയാക്കി തേവർ പുഴ കടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.